എൻ്റെ പേര് നസീർ എന്നാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ. എനിക്ക് ഭാര്യയുടെ പേര് റഷീദ. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്തത് മകനാണ്. മകന്റെ പേര് മുഹമ്മദ് റോഷൻ എന്നും മകൻ കെട്ടിയ വൈഫിന്റെ പേര് ഐഷ എന്നുമാണ്. എൻ്റെ മകളുടെ പേര് റിസ്വാന എന്നാണ്. മകളെ കെട്ടിയിരിക്കുന്നത് ലിനു ജെയിംസ് എന്നൊരു പാസ്റ്റർ എന്ന ഒരു മകനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. ഞാൻ ആലപ്പുഴ തന്നെ ജനിച്ചു, ആലപ്പുഴ തന്നെ വളർന്നു, ആലപ്പുഴ തന്നെ ജോലി ജീവിച്ചു. ആലപ്പുഴയിൽ വെച്ച് രക്ഷിക്കപ്പെടുകയും ആലപ്പുഴയിൽ തന്നെ സ്നാനപ്പെടുവാനുള്ള ഭാഗ്യ പദവി ദൈവം എനിക്ക് തന്നു. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടയാളാണ്. 1962 ഡിസംബർ മാസം 13-ാം തീയതിയാണ് എൻ്റെ ജന്മദിവസം. ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ 7ാമത്തെ മകനും എൻ്റെ അമ്മയുടെ മൂത്ത മകനും എന്ന് പരിചയപ്പെടുത്താറുണ്ട്. എൻ്റെ പിതാവ് 2 വിവാഹം കഴിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയില് 6 മക്കളുണ്ട്. രണ്ടാമതാണ് വിവാഹം കഴിച്ചതിലുള്ളതാണ് ഞാനും എൻ്റെ ഒരു പെങ്ങളും. പെങ്ങള് കുഞ്ഞിനെ മരിച്ചുപോയി. അങ്ങനെ എനിക്കൊരു 2-2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവും എൻ്റെ മാതാപിതാക്കളുടെ ബന്ധമൊക്കെ വേർപെട്ടു. ഞാൻ എൻ്റെ അമ്മയോട് അമ്മയോടെയാണ് ഞാൻ വളർന്നതൊക്കെ. 2.5 വയസ്സ് പ്രായമുള്ളപ്പോഴത്തേക്ക് എൻ്റെ മാതാവും എന്നെ കൊണ്ടുവന്നു. 2 വയസ്സോടെ എനിക്ക് ഏതായാലും 4-4.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഉമ്മയെ വേറെ ആൾ വിവാഹം കഴിച്ചു. അത് ആലപ്പുഴ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് എൻ്റെ ഉമ്മ വിവാഹം കഴിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 4 ആണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇളയ മകനും ഞാനും ഒക്കെ ഒരേ പ്രായക്കാരാണ്. ആ ഇളയ മകനെ എന്നെ ഒരുപോലെ ആലപ്പുഴ ടിൽ സ്കൂളിൽ കൊണ്ട് പഠിക്കാക്കുകയും ഏതാണ്ട് 2-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീട്ടില് എൻ്റെ ഉമ്മയെ വിവാഹം കഴിച്ച ആള് എനിക്ക് സെക്കൻഡ് ഫാദറും, എൻ്റെ അമ്മ അവർക്ക് 2ാം അമ്മയായിട്ട് വളർന്നു വരുമ്പോൾ വീട്ടിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ ഉമ്മ എന്തെന്നറിയാവോ, ആലപ്പുഴ ടൗണിലുള്ള ഒരു യത്തീംഖാന എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഫണേജ്, അതായത് അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ കൊണ്ട് ചേർക്കുന്ന സ്ഥാപനമാണ്. എനിക്ക് എൻ്റെ പിതാവും മാതാവും ജീവിച്ചിരിക്കെ അപ്പനും അമ്മയും ഇല്ല എന്ന് മുദ്രകുത്തി എന്നെ ആലപ്പുഴയുള്ള യത്തീംഖാനയെ കൊണ്ട് ചേർത്തു. അവിടെ കൊണ്ട് ചേർക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏതാണ്ട് 7 വയസ്സ് 8 വയസ്സോളം ആകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്നത് തല മുട്ടയടിക്കുക. തല മുട്ടയടിച്ച് അന്നൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായ നിക്കറും ഒരു ഷർട്ടൊക്കെ തന്ന് അതിട്ട നമുക്ക് അവിടെ വളരാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. അങ്ങനെ അതിൻ്റെ അടുത്തുള്ള വേറെ സ്കൂളിൽ കൊണ്ട് എന്നെ 2ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുകയും 2ാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴത്തേക്ക് വിശ്വസിച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങള് ചെറിയ മുണ്ട് കൊടുത്ത് ഒരു നിക്കറ് വിട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ട് വിട്ട് തലയിൽ തൊപ്പിയും വെച്ച് ക്യൂ നിർത്തിയാണ് രാവിലെ അവിടെ ഇറക്കി സ്കൂളിൽ കൊണ്ടുപോകും. അതിന് വൈകിട്ട് സ്കൂൾ കഴിയുമ്പോൾ ക്യൂ നിർത്തി നേരെ അകത്ത് കയറ്റിയാല് ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലാണ് വളർന്നത്. ഏതാണ്ട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചില മാനസികമായ ചെറുപ്പത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടുക ഇടയായി തീർന്നു. ഒളിച്ചോടി വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ സാരമില്ല നിൽക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ എന്ത് ചെയ്തു, വീണ്ടും അവിടെ കൊണ്ട് ചേർപ്പ് ഇടയായി തീർന്നു. വീണ്ടും എന്നെ ആ യത്തീംഖാനയെ കൊണ്ട് ചേർത്തതായ സന്ദർഭത്തില് എനിക്ക് തീരെ മനസ്സില്ല അവിടെ നിൽക്കുവാൻ. അങ്ങനെ അവിടെ കൊണ്ട് ചേർത്തപ്പോഴത്തേക്ക് എന്നെ അവിടെ ഇട്ടേച്ച് എൻ്റെ ഉമ്മായും എൻ്റെ ഗ്രാൻഡ് മദർ എന്നുകൊണ്ട് എൻ്റെ കൂടെ വന്നൊക്കെ എന്നെ ആക്കി ചോടിക്കളഞ്ഞു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞതിന്റെ ഫലമായി അവിടുത്തെ ഗുരുക്കന്മാർ എന്നെ പുതിരെ തല്ലി അവിടെ കിടന്ന് വീണ്ടും 2-3 വർഷം കൂടി അവിടെ ജീവിക്കേണ്ടി വന്നു.
അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തില് നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരും നമ്മളിൽ അധികമായി പ്രായമുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് ഒരുപാട് മാനസിക പീഡനവും ശാരീരിക പീഡനവും ഒക്കെ ഒരുപാട് ഏൽക്കേണ്ടി വന്നു എൻ്റെ ജീവിതത്തിൽ.